ഹാപ്പിനെസ്. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് ചെറിയ മഴയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ മഴയുടേതായ ചില അസാരസ്യങ്ങളൊക്കെ എന്തായിരിക്കും. സ്കൂളിൽ പോകുമ്പോഴൊക്കെ നനഞ്ഞു എടുത്തുമൊക്കെ ആയിരിക്കും കൂട്ടുകാർ പോകുന്നത്. പിന്നെ അമ്മമാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടുന്ന അമ്മമാർക്കൊക്കെ. അപ്പൊ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. എല്ലാവരും എല്ലാ ഇതൊക്കെ മാറി ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയമാണ്. ഞാൻ അന്നേരം എന്റെ വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ കുറെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നു. വ്യഞ്ജനാക്ഷരങ്ങള്, സ്വരാക്ഷരങ്ങള്, ശുദ്ധക്ഷരങ്ങള്, കൂട്ടക്ഷരങ്ങള് മുഴുവൻ പഠിപ്പിച്ചിട്ടില്ല. പകുതിയാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഇന്നും നിങ്ങളെ അത് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പക്ഷെ നമ്മുടെ ദിനമുള്ള ദിവസങ്ങളിലെ ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസത്തിനും പ്രത്യേകതകളുണ്ട്. അപ്പൊ ആ പ്രത്യേകത പറയാതെ ഞാൻ പഠിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം ആ പ്രത്യേകതകളാണ് നമ്മുടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അക്ഷരങ്ങൾ നിങ്ങളെ നാളെയാണെങ്കിലും എനിക്ക് പഠിപ്പിക്കാം. അപ്പൊ ആ ദിവസങ്ങളെ പറ്റി ഞാൻ ഇന്ന് പറഞ്ഞാലേ അതിന് പ്രാധാന്യമുള്ളൂ. അപ്പൊ എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? ഇന്നത്തെ ദിവസത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? അറിയാം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്നത്തെ ദിവസം ജൂൺ 21. എന്താണ് ജൂൺ 21? ജൂൺ 21 എന്ന് പറയുന്ന അന്താരാഷ്ട്ര യോഗ ദിനം അല്ലെ? അത് മാത്രമാണോ? അല്ല, ലോക സംഗീത ദിനം കൂടിയാണ് ഇന്ന്. അന്താരാഷ്ട്ര യോഗ ദിനം മാത്രമല്ല, ലോക സംഗീത ദിനം കൂടി ഇന്നത്തെ ദിവസമാണ്. ജൂൺ 21. അപ്പൊ യോഗ എന്ന് ഫസ്റ്റ് നമുക്ക് യോഗയിലേക്ക് കിടക്കാം. എന്താണ് യോഗ? ഇന്നത്തെ Z ആൾക്കാരും യോഗ ശീലിക്കുന്നവരാണ്. കാരണം നമ്മുടെ ദിനചര്യമായ ദിവസങ്ങളിൽ നമുക്ക് പലവിധ ടെൻഷനുകളും, നമുക്ക് പലവിധ ബുദ്ധിമുട്ടുകളും, മാനസികമായുള്ള പ്രശ്നങ്ങളും, നമ്മുടെ ദിവസവുമുള്ള ജോലികളിലുള്ള ഫ്രസ്ട്രേഷനും, നമ്മുടെ സ്ട്രെസ്സും ഇതുമൊക്കെ നമുക്ക് നമ്മുടെ ജീവിതശൈലികളിലുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് വഴിമാറിത്തിരിക്കാൻ, നമ്മുടെ മൈൻഡ് ഒന്ന് ഫ്രീ ആക്കാൻ, റിലാക്സ് ആക്കാൻ നമുക്ക് എപ്പോഴും യോഗ അഭ്യസിക്കുന്നത് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മറ്റു പല കാര്യങ്ങൾക്കും നമുക്ക് ഏറ്റവും ഉത്തമമാണ്. അപ്പൊ യോഗ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത് ദിനചര്യയാക്കുന്നത്, മറ്റു കാര്യങ്ങൾ പോലെ യോഗയും ഒരു ദിനചര്യയാക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങള് യോഗ ശീലിക്കുന്നവരാണോ എന്നെനിക്കറിയില്ല. ഇല്ലെങ്കിൽ നിങ്ങളും യോഗ പഠിക്കുക, യോഗ അത് ചെയ്തു നോക്കുക. നമുക്ക് എപ്പോഴും മനസ്സിന് ഒരു ആത്മനിയന്ത്രണവും, നമുക്ക് നമ്മുടേതായ കൺട്രോൾ, നമ്മുടെ മനസ്സിനെ നമ്മുടേതായ ലെവലിൽ നിർത്താനും നമുക്ക് യോഗ എന്ന് പറയുന്നത് കൊണ്ട് സാധിക്കും. അപ്പം പതഞ്ജലി എന്ന ഒരു മഹർഷിയാണ് ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ്. അപ്പം യോഗ എന്ന് പറയുമ്പോൾ യോഗയെ പറ്റി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, യോഗ എന്ന് മാത്രം അറിഞ്ഞൊരു കാര്യമില്ല. യോഗയുടെ പിന്നിലും ഒരുപാട് ഘടകങ്ങളുണ്ട്. എങ്ങനെ ഈ യോഗ നമ്മുടെ സമൂഹത്തിൽ വന്നു, എന്താണ് യോഗ അല്ലെ? അപ്പൊ അതെന്താണെന്ന് നിങ്ങൾക്ക് ചെറിയൊരു ഇൻഫർമേഷൻ, എന്റെ അറിവിന്റെ പരമാവധിയിൽ നിന്ന് ഒരു ചെറിയ ഇൻഫർമേഷൻ അത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ പറയാണെന്ന് വെച്ചാൽ, പതഞ്ജലി എന്ന് പറയുന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു. അപ്പൊ പതഞ്ജലി എന്ന് പറയുന്ന മഹർഷിയാണ് ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് എന്ന് പറയുന്നത്. ഏത്? അഷ്ടാംഗ യോഗ എന്ന് പറയുന്ന യോഗയുടെ കർത്താവ് പതഞ്ജലി മഹർഷിയാണ്. അദ്ദേഹമാണ് യോഗ എന്ന ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. യോഗ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ചേർച്ച എന്നുകൂടിയാണ്. യോഗയുടെ അർത്ഥം ചേർച്ച എന്നുകൂടിയാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ പലർക്കും അറിയില്ല. അപ്പൊ യോഗ എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിനെ ഉത്തേജിപ്പിക്കാനും, നമ്മുടെ ബുദ്ധി വികാസങ്ങളെ ഉണർത്തുവാനും, നമ്മുടെ തലച്ചോറിനെ ഉണർത്തുവാനും ഒക്കെ ഈ യോഗ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട്. നമ്മുടെ ഈ യോഗ എന്ന് പറഞ്ഞ പണ്ട് നമ്മുടെ ഋഷിമുനികൾ, സന്യാസിമാര്, ഋഷിമുനികള്, ഇവരൊക്കെയായിരുന്നു യോഗ ശീലിച്ചിരുന്നത്. അതായത് അവരാണ് അവരുടെ ധ്യാന മുറകളിലൂടെ ഈ യോഗ എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവന്നത്. അവരവരുടെ യോഗാസിദ്ധികളിലൂടെയാണ് ഫലപ്രാപ്തിയൊക്കെ അവർക്ക് കിട്ടിയിരുന്നത്. അവര് നടത്തുന്ന സന്യാസത്തെ തന്നെ യോഗ എന്നുള്ള ഒരു ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പം അവരാണ്, ആ ഋഷിമുനിമാരാണ് നമ്മുടെ ഇവിടെ യോഗ എന്ന് പറയുന്ന ഒരു ഇത് കൊണ്ടുവന്നത്. അപ്പൊ അവരുടെ ശിഷ്യന്മാർക്ക് യോഗ എന്നുള്ളതിനെ പറ്റി വിജ്ഞാപനം പകർന്നു കൊടുത്തു. വാമൊഴിയായിട്ട് അവരുടെ വിജ്ഞാപനം അവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ശിഷ്യന്മാർ എന്ത് ചെയ്തു? അത് അവരുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ കുറിച്ചപ്പോൾ അത് വരമൊഴിയായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് മാറി. അങ്ങനെ യോഗ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകമായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പം യോഗ എന്ന് പറയുന്നത് ഋഷിമുനിമാര് ചെയ്തു എന്ന് പറയുമ്പോഴേ അറിയാം, ആത്മീയ തത്വങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിന് സംയമനം കിട്ടുന്ന ഒന്നാണ്. ഋഷിമുനിമാരെന്ന് പറഞ്ഞാൽ അവരെല്ലാം ത്യജിക്കുന്നവരാണ്. അവർക്ക് സമാധാനത്തിന്റെ ഒക്കെ ഒരു ഇതുള്ളവരാണ്. അപ്പൊ അവര് ഇത് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു കണ്ടന്റ് നമ്മുടെ തലമുറകളിലേക്ക് വരുമ്പോൾ യോഗ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന് വളരെയധികം
പ്രാവർത്തികമാവേണ്ടതും എല്ലാവരും ചെയ്യേണ്ടതായും ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിന് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ യോഗ, ഉന്മേഷവാനായിട്ടിരിക്കാൻ യോഗ നമ്മളെ സഹായിക്കുന്നുണ്ട്. യോഗ എന്നുള്ളത് പറയുന്നത് ഒരു യുവാവിനോ അല്ലെങ്കിൽ ഒരു പ്രായമായ മനുഷ്യനോ ആർക്ക് വേണേലും യോഗ അഭ്യസിക്കാം. അല്ലെങ്കിൽ ഒരു ആരോഗ്യവാനായ മനുഷ്യന് അല്ലെങ്കിൽ ക്ഷീണിതനായ മനുഷ്യന് അവന്റെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കാനും അവന്റെ എല്ലാ ബുദ്ധിമുട്ടുകളെ മറികടക്കാനും യോഗാസനങ്ങൾ ഒരു പരിധിവരെ സഹായകമാവും. യോഗ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് നമ്മൾ പറയും എനിക്കൊരു ചായ വേണം, എനിക്കൊരു കാപ്പി വേണം, അത് നിർബന്ധമാണ് അല്ലേ, നമ്മൾ പറയാറില്ലേ? അത് എന്തിനാണ്? ആ ഒരു ചിലർക്കുണ്ട് ഒരു ചായ കുടിച്ചില്ല ഒരു കാപ്പി കുടിച്ച് ഇന്നത്തെ ദിവസം ഒരു ഉന്മേഷമില്ല എന്ന് പറയുന്ന നമ്മൾ പലരുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. അപ്പം അതെന്തിനാണ്? ഒരു ഉന്മേഷത്തിന് വേണ്ടി. അതേ ഒരു ഉന്മേഷമാണ് നമുക്ക് യോഗാഭ്യാസത്തിലൂടെയും കിട്ടുന്നത്. അതായത് നമ്മുടെ മനസ്സിനെ എപ്പോഴും ഉണർവോടെ ഉന്മേഷത്തോടെ ഒരു ദിവസം തുടങ്ങുന്നത് എപ്പോഴും തുടങ്ങുമ്പോൾ നമ്മൾ എത്രത്തോളം ഉന്മേഷവാനായി ഇരിക്കുന്നുവോ അത്രത്തോളം ഉന്മേഷവാനായിട്ട് നമുക്ക് വൈകുന്നേരം രാത്രി കിടക്കുന്നിടം വരെയും നമുക്ക് ഉന്മേഷവാനായിട്ട് ഇരിക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് യോഗാഭ്യാസത്തിലൂടെ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നമുക്ക് പലവിധ ജോലികൾ ചെയ്യുന്നവരുണ്ട് അല്ലെ, സാധാരണ കൂലിപ്പണിയിൽ നിന്ന് IT പ്രൊഫഷണലിസ്റ്റ് വരെ, പ്രൊഫഷണലിസ്റ്റ് എന്ന് മാത്രമല്ല ഒരുപാട് ഉന്നത പദവിയിലിരിക്കുന്ന ജോലിക്കാരും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് പലവിധ ടെൻഷൻ സ്ട്രെസ്സുകളുണ്ട്, അവർക്ക് പലവിധ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, അവർക്ക് അല്ലാതെയുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെ. ഇതിൽ നിന്നൊക്കെ ഈ സ്ട്രെസ്സിൽ നിന്നും ആരോഗ്യപരമായുള്ള പ്രശ്നങ്ങളിൽ നിന്നും അവരുടെ മനസ്സിലുണ്ടാകുന്ന ആദികളിൽ നിന്നും ഒക്കെ അവർക്കൊരു റിലീഫാണ് യോഗ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പലരും യോഗ അഭ്യസിക്കുകയും യോഗ ചെയ്യുകയും ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും ഇസഡ് ആൾക്കാർക്കും യോഗ അറിയാവുന്നവരാണ്. അപ്പൊ യോഗ എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പോഴും ഞാൻ പറയാണ് നമ്മുടെ സമൂഹത്തിലെ ജീവിതചര്യകളിൽ ഒന്നായിട്ട് മാറിക്കഴിഞ്ഞു യോഗ. അപ്പൊ ഇന്നത്തെ ദിവസമായ ജൂൺ 21 എന്തുകൊണ്ടും നമ്മുടെ സമൂഹം, നമ്മുടെ സൊസൈറ്റി, നമ്മൾ ആൾക്കാർക്ക്, നമ്മുടെ മനുഷ്യർക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ദിവസമാണ്. ഇത് നമ്മുടെ മറ്റു ദിവസങ്ങൾ പോലെ നമ്മളെ എന്നും ആചരിക്കപ്പെടേണ്ട ഒരു ദിനം കൂടിയാണ് അന്താരാഷ്ട്ര യോഗ ദിനം എന്ന് പറയുന്നത്. യോഗാ ദിനം എന്ന് പറയുന്നത് അപ്പോൾ കൂടുതലൊക്കെ മനസ്സിലായി കാണും. യോഗ എന്ന് പറയുമ്പോൾ യോഗ എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുള്ളൂ. അതിന്റെ പുറകിലത്തെ എന്തെല്ലാം ഘടകങ്ങൾ ഉണ്ടെന്നും അത് എങ്ങനെ വന്നു എന്നും നമ്മൾ ആരും ചിന്തിക്കാറില്ല. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അത് എങ്ങനെ വന്നു എങ്ങനെ കണ്ടു എന്നും കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്റെ പരമാവധി അറിവിൽ നിന്നുള്ള ഒരു കാര്യം നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്താണ്. അപ്പം ഇത് അന്താരാഷ്ട്ര യോഗ ദിനം മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞു, ഇത് ലോക സംഗീത ദിനം കൂടിയാണ്. സംഗീതം എന്ന് പറയുമ്പോൾ എത്ര മധുരമാണ് അല്ലെ. ഇന്നത്തെ സമൂഹത്തില് 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ തൊട്ട് പ്രായമായ അമ്മമാര് വരെ നല്ല അടിപൊളിയായിട്ട് പാടുന്ന അമ്മമാരുണ്ട്, സംഗീതം ചെയ്യുന്നവരുണ്ട് അല്ലെ. അപ്പം അത് പലരും പഠിച്ചിട്ടില്ലാത്തവരുണ്ട്, അതായത് ചെറുപ്പത്തിലെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാത്തവര് പ്രായമാകുമ്പോൾ അവരുടെ ആഗ്രഹത്തിന്റെ ഒരു സഫലീകരണത്തിന് വേണ്ടി പാടുന്നവരുണ്ട്. അതിനിപ്പോ അവർക്ക് അവരുടെ കഴിവുകൾ പുറത്ത് കാണിക്കാൻ വേണ്ടി അവരുടേതായ വാർത്താവിനിമയ സൗകര്യങ്ങളും ഉണ്ട്. അതായത് TV-യിലൂടെ ആണെങ്കിലും ഒരുപാട് റിയാലിറ്റി ഷോകളും അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ പ്രായമായവർക്ക്, കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ പ്രായമായവർക്ക് വരെ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്. അതുപോലെ മൊബൈൽ വഴി യൂട്യൂബ്, ഫേസ്ബുക്ക് എങ്ങനെ വേണേലും അല്ലെ, ഷെയർ ചാറ്റ് എങ്ങനെ വേണേലും നമുക്ക് നമ്മുടെ കഴിവിനെ മറ്റുള്ള ജനങ്ങളുടെ മുന്നിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം. നമ്മുടെ പാടാനുള്ള കഴിവിനെ, ഡാൻസ് ചെയ്യാനുള്ള കഴിവിനെ, അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് നമ്മുടെ കഴിവിനെ ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ ഒരുപാട് വാർത്താവിനിമയ സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലെ. അപ്പൊ പാട്ടെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ് നമ്മുടെ മനസ്സിനെ ഉണർത്തുന്ന, നമ്മുടെ മനസ്സിനെ എപ്പോഴും ഒരു കുളിർമ തരുന്ന ഒന്നാണ് പാട്ട് എന്ന് പറയുന്നത്, സംഗീതം എന്ന് പറയുന്നത്. സംഗീതം എന്ന് പറഞ്ഞാല് ഒരു ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ അവരെ എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കണമെന്ന് ചിലപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവർ ആ പാട്ട് കേൾക്കുമ്പോൾ എന്തുകൊണ്ട് അവരുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും, അവർ മറ്റെല്ലാം മറക്കും. എപ്പോഴും അവർക്ക് ആ ഒരു പാട്ടിന്റെ ഒരു അത് അവരുടെ കുഞ്ഞിനെയും കുറെയൊക്കെ സ്വാധീനിക്കും. അതുപോലെ തന്നെ നമ്മളൊരു ഭയങ്കര ടെൻഷനിലിരിക്കുക, നമ്മളൊരു വിഷമത്തിലിരിക്കുകയാണെങ്കിൽ നല്ലൊരു മെലഡി സോങ്സ് അല്ലെ, മെലഡി സോങ്സ് കേട്ടാൽ നമ്മൾ കുറച്ചൊക്കെ, എല്ലാരെയും ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ സംഗീതത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ കുറച്ചൊക്കെ അവരൊന്ന് റിലാക്സ് ആവും മെലഡി സോങ്സ് കേൾക്കുമ്പോൾ.
എന്നാ ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന ഒരു വ്യക്തി, ഒരു നല്ല അടിപൊളിയായിട്ട് ഫാസ്റ്റ് സോങ് കേൾക്കുന്ന നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന മനുഷ്യന് ഏറ്റവും അധികം കേൾക്കുന്ന പാട്ട് ഫാസ്റ്റ് സോങ് ആയിരിക്കും. അവിടെ ഫാസ്റ്റ് സോങ് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യും അല്ലെ. അപ്പൊ നമ്മുടെ ഓരോ മൂഡിനനുസരിച്ച്, നമ്മുടെ ഓരോ സ്വഭാവ രീതികൾക്കനുസരിച്ച് നമ്മള് പാട്ടുകളെ ഇങ്ങനെ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ടിവിയിലെ റിമോട്ട് സ്വിച്ച് മാറുന്ന പോലെ നമ്മള് ഇതിങ്ങനെ കേട്ടുകൊണ്ട് നമ്മൾ ഇരിക്കും. സംഗീതം പല രീതിയിൽ നമ്മളിങ്ങനെ റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും. മെലഡി, ഫാസ്റ്റ്, അങ്ങനെ പല രീതിയിൽ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഒഴുകുന്ന അരുവികളെ കണ്ടിട്ടില്ലേ? ആ അരുവികൾ ഇങ്ങനെ ഒഴുകുമ്പോൾ അതിലെ കളകള ആരവം കിട്ടി, അതിലും ഉണ്ട് ഒരു ചെറിയ സംഗീതം. സംഗീതത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ആ അരുവിയിലെ ആ ഒരു കളകള ആരവത്തിൽ അവർ ആ സംഗീതത്തെ കാണും. പക്ഷികളുടെ കളകൾ ആരവമില്ലേ, അതിനകത്തും നമ്മൾ സംഗീതത്തെ കാണും. എന്തിനു? ഒരു പാത്രത്തിൽ അടിച്ചാലും അതിനകത്തും നമുക്ക് സംഗീതത്തെ കേൾക്കാൻ സാധിക്കും. സംഗീതം എന്ന് പറയുമ്പോൾ വെറും ഒരു വോക്കൽ, അതായത് പാടുന്നതിനെ മാത്രമല്ല നമ്മൾ സംഗീതം എന്ന് പറയുന്നത്. ഇൻസ്ട്രുമെന്റ്സ്, വയലിൻ, ഗിത്താർ, വീണ, തബല, എന്തിന് ചെണ്ട വരെ സംഗീത വാദ്യോപ ഉപകരണങ്ങളാണ്. അപ്പൊ അത് നമുക്ക് ഏറ്റവും കൂടുതൽ സംഗീതത്തിന്റെ എല്ലാം കമ്പയർ ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാം തന്നെ. സംഗീതം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിന്റെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയും നമ്മുടെ മനസ്സിനെ റിലാക്സ് ആക്കുകയും ഒക്കെ ചെയ്യുന്ന രീതികളാണ്. പക്ഷെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഈ കഴിവുകളെ പ്രകടിപ്പിക്കാനും അവ എന്തെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനും ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ വാർത്താവിനിമയങ്ങൾ തന്നെ നമ്മുടെ ഓരോ ആൾക്കാരുടെ ചാനലുകാരാണേലും ഈ മൊബൈൽ വഴിയാണേലും നമുക്ക് പ്രകടിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. പണ്ടൊന്നും ഇതൊന്നും കിട്ടാതെ ഒരു സൗകര്യം ഇല്ലാതെ സ്വന്തം കഴിവുകളെ അടിച്ചമർത്തപ്പെട്ട അമ്മമാര് വരെ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിലെ ചാനലുകളിലും മൊബൈലുകളിലും വന്ന് അവരുടെ ഡാൻസ് ആണെങ്കിലും അവരുടെ പാട്ടാണെങ്കിലും അവര് പ്രകടിപ്പിക്കുന്നുണ്ട് അല്ലെ. ഇതൊക്കെ നമ്മുടെ ഭാഗ്യമാണ്, നമ്മുടെ ഇന്നത്തെ തലമുറയുടെ ഭാഗ്യമാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇന്ന് നമ്മള് തമാശക്കാണെങ്കിൽ നമ്മൾ പറയും എന്താ, നമ്മുടെ കേരളത്തില് ഒരു കല്ലിട്ടാലും ആ കല്ല് എന്ന് വീഴുന്നത് പാട്ടുകാരന്റെ തലയിലാണെന്ന് ഇപ്പം വേണേ നമുക്ക് പറയാം. കാരണം അങ്ങനെ കേരളത്തിന് മുക്കാലോളം ആൾക്കാർ, ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ പാട്ടിനെ സ്നേഹിച്ച് വളരുന്നവരാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പൊ പാട്ടെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന, യോഗ പോലെ തന്നെ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന ഒരു ഗാനാലാപനമാണ് സംഗീതം എന്ന് പറയുന്നത്. പക്ഷെ സംഗീതം എങ്ങനെ നമ്മുടെ ഇപ്പൊ ഈ യോഗ പോലെ തന്നെ സംഗീതം എങ്ങനെയാണ് ഒരു ദിനമായിട്ട് ആചരിച്ചു എന്നുള്ളത് നമുക്കും അറിയില്ല. യോഗ പോലെ ആദ്യം ഒരു കഥയുണ്ട്. എന്താണെന്ന് വെച്ചാല് 1976 നമ്മുടെ അമേരിക്കയിലെ ഒരു പ്രശസ്തനായ സംഗീതജ്ഞൻ ഉണ്ടായിരുന്നു, ജോയൽ കോയൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മറ്റെല്ലാ ദിനങ്ങളും ആചരിക്കുന്ന പോലെ സംഗീത ദിനവും ഒന്ന് ആചരിക്കണം എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം സംഗീത ദിനം ആചരിക്കണം എന്നുള്ള ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. പക്ഷെ അദ്ദേഹത്തിന് അത് പ്രാവർത്തികമാക്കാൻ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ ആഗ്രഹം പ്രാവർത്തികമായത് അമേരിക്കയിലായിരുന്നില്ല, നേരെ തിരിച്ച് ആ ആഗ്രഹം പ്രാവർത്തികമായത് നമ്മുടെ ഫ്രാൻസിലായിരുന്നു. ഫ്രാൻസിൽ അന്നത്തെ സാംസ്കാരിക മന്ത്രിയായിരുന്ന ജാക്ക് ലോങ് എന്ന് പറയുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് 1982 നമ്മുടെ സംഗീതം എന്ന ഒരു സംഗീത ദിനമായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ കൊണ്ടുവരികയും സംഗീത ദിനമായിട്ട് ജൂൺ 21 ആചരിക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ തുടക്കം തൊട്ടാണ് ഇത് ആചരിച്ചു വന്ന് തുടങ്ങിയത്. അപ്പം അതോടെ സംഗീതത്തിന് വളരെയധികം പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്തെന്ന് വെച്ചാൽ സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള ഒരു കാര്യമല്ല, ലോകമെമ്പാടും സംഗീതത്തെ സ്നേഹിക്കുന്നവരാണ്. അപ്പം അമേരിക്കയിൽ കിടക്കുന്ന ഒരാൾ ആഗ്രഹിച്ചു, ഫ്രാൻസിൽ കിടക്കുന്ന ഒരാൾ അത് നടപ്പിലാക്കി. അപ്പൊ പിന്നീട് നമ്മൾ ലോകമെമ്പാടുമുള്ള ആൾക്കാർ അത് ആഘോഷിക്കാൻ തുടങ്ങി അല്ലെ. അപ്പൊ സംഗീതം ഏതൊക്കെ വഴികളിലൂടെ കടന്നു വരുന്നു എന്നുള്ളത് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ അത് പറഞ്ഞത്. സംഗീതത്തിന് മലയാളം എന്നില്ല, ഇംഗ്ലീഷ് എന്നില്ല, ഹിന്ദി എന്നില്ല, ഈ മറ്റ് ഭാഷകളെന്നില്ല, ഇറ്റാലിക്ക് എന്നില്ല, ഫ്രഞ്ച് എന്നില്ല, ഒന്നുമില്ല. സംഗീതം എന്ന് പറയുന്നത് കേൾക്കുന്നതിന് ഇമ്പം എന്തും അതിനെയാണ് നമ്മൾ സംഗീതം എന്ന് പറയുന്നത്. അപ്പം സംഗീതം ജൂൺ 21 സംഗീത ദിനമായിട്ട് ആചരിക്കപ്പെടുമ്പോൾ നമ്മൾ അതിനെ കൂടുതലും ഇഷ്ടപ്പെടുകയും അന്ന് പിന്നീട് പാട്ടിനോട് കൂടുതൽ പാട്ട് ഇപ്പോഴും കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ
ഒന്ന് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ചിലരുണ്ട് കിടക്കുമ്പോൾ പാട്ട് കേട്ട് ഓടി കിടന്നു. അത് അവർക്കൊരു ശീലമാണ്. കാരണം ആ പാട്ട് കേട്ടില്ല ചിലപ്പോൾ അന്നത്തെ ദിവസം അവർക്ക് ഉറക്കം ശരിയാണ്. അതൊരു റിലാക്സേഷനാണ്. നമ്മുടെ അന്നത്തെ മുഴുവൻ സ്ട്രെസ്സും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ അസുഖങ്ങളും എല്ലാം നമ്മളെ ഇറക്കി വെച്ച് ആ പാട്ട് കേട്ടാൽ അതിലെങ്കിൽ ജയിച്ചു കിടന്നുറങ്ങുന്നത് ഒരു നമ്മുടെ മൈൻഡിനെ റിലാക്സ് ആക്കാനുള്ള ഒരു കാരണം കൂടിയാണ്. സംഗീതവും യോഗയും ഒക്കെ നമ്മുടെ മൈൻഡ് റിലാക്സ് ആവാൻ വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും യോഗ എന്താണെന്നുള്ളതും സംഗീതം എന്താണെന്നുള്ളതും. ഇത് ഞാൻ പറഞ്ഞത് തെറ്റുകൾ ഉണ്ടാവാം, എനിക്കറിയില്ല. എന്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും നിങ്ങൾ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുക. മറക്കരുത്, കിടക്കുന്നതിന് മുമ്പ് ഒരു മൊബൈലിൽ ഒരു പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് കിടന്നുറങ്ങി നോക്കുക. റിലാക്സ് ആയിട്ടുള്ള ഉറക്കവും രാവിലെ ഉന്മേഷത്തോടെ എഴുന്നേൽക്കുമ്പോൾ നല്ല യോഗ ശീലിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ജീവിതം എപ്പോഴും നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ.